ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അമിഗുർമി കീ ചെയിൻ ആണ്. ഇതൊരു സ്ട്രോബെറിയുടെ പാറ്റേൺ ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ബേസിക് സ്റ്റിച്ചസ് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പാറ്റേണും കൂടെയാണ്. ഇതിനിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു 6 പ്ലൈ ആണ്. നിങ്ങൾക്ക് 4 പ്ലൈ ആണും യൂസ് ചെയ്യാം. ഇതിന് 3mm ക്രോഷ്യോ ഹുക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു മാജിക് റിംഗ് ആണ്. ഈ ഒരു മാജിക് റിങ്ങിലേക്ക് ഞാൻ 6 സിംഗിൾ ക്രോഷ്യോ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ട് വരുന്ന സ്റ്റിച്ചുകളാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടൊന്ന് പഠിക്കുക. എന്നിട്ട് ഇത് ചെയ്ത് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ തന്നെ ഔട്ട്കം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാനൊരു 6 സിംഗിൾ ക്രോഷ്യോസ് ആണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു 6 സിംഗിൾ ക്രോഷ്യോസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഒരു ടെയിലൻ്റ് ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കുക, ഇനി ആ തൊട്ടടുത്ത് വരുന്ന നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷ്യോയുടെ ആ ഒരു സ്റ്റിച്ചിലേക്കാണ് നമ്മളിനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സെക്കൻഡ് റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യോ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ചിലേക്ക് ഞാൻ 1 സിംഗിൾ ക്രോഷ്യോ, സെക്കൻഡ് വണ്ണിൽ ഇൻക്രീസ് ആണ് വരുന്നത്. അത് ആ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യോ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ വരുന്നത് 1 സിംഗിൾ ക്രോഷ്യോ ഇൻക്രീസ്, ആ ഒരു രീതിയിലാണ് പാറ്റേൺ പോകുന്നത്. ഇതൊരു 3 സെറ്റാണ് നമുക്ക് ടോട്ടൽ ഈ ഒരു റൗണ്ടിൽ വേണ്ടത്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. തേർഡ് സെറ്റും ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യോ, വീണ്ടും ഒരു ഇൻക്രീസ്. അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യോ ഇൻക്രീസ് ആണ് സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സിംഗിൾ ക്രോഷ്യോ ഇൻക്രീസ് 3 ടൈംസ് ആണ് ഞാൻ ഈ ഒരു റൗണ്ടിലേക്ക് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യോ, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യോ, മൂന്നാമത്തെ സ്റ്റിച്ചിലേക്കാണ് ഇൻക്രീസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷ്യോ ഇൻക്രീസ്, ഇതും 3 ടൈംസ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തേലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യോ കൊടുക്കുക, രണ്ടാമത്തേലും ഒരു സിംഗിൾ ക്രോഷ്യോ, അടുത്ത സ്റ്റിച്ചിലേക്കാണ് ഇൻക്രീസ് വരുന്നത്. ഇൻക്രീസ് എന്ന് പറയുന്നത് ആ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യോ ചെയ്തെടുക്കുന്നതിനാണ് ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത്. ഉണ്ടോ? അപ്പോൾ ഇതേപോലെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ 3 സെറ്റാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാൻ ചെയ്തു, ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഉണ്ടാവുന്നത് 12 സിംഗിൾ ക്രോഷ്യോസ് ആണ്. നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക, ടോട്ടൽ ഒരു 12 സിംഗിൾ ക്രോഷ്യോസ് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ വരുന്നത് ഓരോ ചെയിനിലും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്യുക. അതായത് 12 സിംഗിൾ ക്രോഷ്യോസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. ഈ ഒരു റൗണ്ടിൽ നമുക്ക് ഇൻക്രീസ് ഒന്നുമില്ല, ജസ്റ്റ് ഓരോ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യോ എന്നുള്ള രീതിയിൽ ചെയ്തു പോകുക. അങ്ങനെ ടോട്ടൽ ഒരു 12 സിംഗിൾ ക്രോഷ്യോസ് ആണ് ചെയ്തെടുക്കേണ്ടത്. അത് ചെയ്യുമ്പോഴാണ് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുക. ഇത് അമിഗുർമിയിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ്. അപ്പോൾ ഞാൻ അമിഗുർമി ബോളിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു അമിഗുർമി പാറ്റേണും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ വരുന്നത് 1 സിംഗിൾ ക്രോഷ്യോ ഇൻക്രീസ് തന്നെയാണ്. പക്ഷേ നേരത്തെ നമ്മളൊരു 3 സെറ്റാണ് ചെയ്തത്. പക്ഷേ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ ഒരു 6 സെറ്റാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സിംഗിൾ ക്രോഷ്യോ ഞാൻ ചെയ്തു, സെക്കൻഡ് വണ്ണിൽ ഇൻക്രീസ് ആണ് വരുന്നത്. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം വെച്ച് ചെയ്യുക. ഇനി നെക്സ്റ്റ് സെറ്റ് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യോ, അടുത്തൊരു ചെയിനിലേക്ക് ഇൻക്രീസ്, വീണ്ടും അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യോ, അത് കഴിഞ്ഞ് വരുന്നതിലേക്ക് ഒരു ഇൻക്രീസ്. ഇപ്പം ഞാനൊരു 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ടോട്ടൽ നമുക്കൊരു 6 സെറ്റാണ് വേണ്ടത്. ആ ഒരു സെറ്റ് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ടോട്ടൽ ഞാൻ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 18 സിംഗിൾ ക്രോഷ്യോസ് ആണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഓരോ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യോ എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇൻക്രീസ് ഇല്ല, ജസ്റ്റ് എല്ലാ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിലും 18 സിംഗിൾ ക്രോഷ്യോസ് ആണ് വേണ്ടത്. കണ്ടോ? ഓരോ ചെയിനിലും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോ വെച്ച് ചെയ്തു പോകുക. അങ്ങനെ ഒരു 18 സിംഗിൾ ക്രോഷ്യോസ് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്നത് 2 സിംഗിൾ ക്രോഷ്യോ ഇൻക്രീസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ചെയിനിലേക്കും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഫസ്റ്റത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷോ, സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷോ, തേർഡ് വണ്ണിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ചെയിനിലേക്ക് നിങ്ങൾ ഇതേപോലെ സിംഗിൾ ക്രോഷോ ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഒരു ചെയിനിലേക്കും ഒരു സിംഗിൾ ക്രോഷോ ചെയ്യുക. തേർഡ് വണ്ണിലേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ 2 സിംഗിൾ ക്രോഷോ ഇൻക്രീസ്, അതൊരു 6 സെറ്റ് തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ചെയിനിൽ സിംഗിൾ ക്രോഷോ മാത്രം കൊടുക്കുക, അടുത്ത ചെയിനിൽ ഒരു ഇൻക്രീസ്, വീണ്ടും 2 ചെയിനിൽ സിംഗിൾ ക്രോഷോ, അടുത്ത ചെയിനിൽ ഇൻക്രീസ്. ഈ ഒരു രീതിയിൽ ഒരു 6 സെറ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 24 സിംഗിൾ ക്രോഷോസ് ആണ് വേണ്ടത്. അങ്ങനെ ഞാൻ ആ ഒരു ഇൻക്രീസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ടോട്ടൽ ഒരു 24 സിംഗിൾ ക്രോഷോസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നേരത്തെ പോലെ തന്നെ ഇൻക്രീസ് ഒന്നും ചെയ്യാതെ ഓരോ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷോ എന്നുള്ള രീതിയിൽ ടോട്ടൽ 24 സിംഗിൾ ക്രോഷോസ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ലെയറിൽ നമ്മളൊരു ഇൻക്രീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഓരോ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷോ എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ 24 സിംഗിൾ ക്രോഷോസ് ആണ് ടോട്ടൽ നമുക്ക് വേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്നത് 3 സിംഗിൾ ക്രോഷോ ഇൻക്രീസ് ആണ്. അതായത് ഫസ്റ്റത്തെ ഒരു ചെയിനിൽ സിംഗിൾ ക്രോഷോ, സെക്കൻഡ് ചെയിനിലും സിംഗിൾ ക്രോഷോ, തേർഡ് വണ്ണിലും സിംഗിൾ ക്രോഷോ, ഫോർത്ത് വണ്ണിലാണ് നമ്മൾ ഇൻക്രീസ് കൊടുക്കുന്നത്. അതാണ് ഈ 3 സിംഗിൾ ക്രോഷോ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സെറ്റ്. ഇതേപോലെ 6 സെറ്റ് ചെയ്തെടുക്കുക. ടോട്ടൽ നമ്മൾക്ക് അപ്പോൾ ഈ ഒരു റൗണ്ടിൽ 30 സിംഗിൾ ക്രോഷോസ് ആണ് ടോട്ടലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തേൽ ഞാനൊരു സിംഗിൾ ക്രോഷോ ചെയ്തു, സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷോ, തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷോ, ഫോർത്ത് സ്റ്റിച്ചിലേക്കാണ് ഒരു ഇൻക്രീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ടോട്ടലായിട്ടൊരു 6 സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടലായിട്ട് നിങ്ങൾക്ക് 30 സിംഗിൾ ക്രോഷോ 30 സിംഗിൾ ക്രോഷോസ് ഉണ്ടോ എന്നുള്ളത് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു 30 സിംഗിൾ ക്രോഷോസും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻക്രീസ് വരുന്ന ആ ഒരു പാറ്റേൺ ആയിരുന്നു ഈ ഒരു റൗണ്ടിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓരോ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷോ എന്നുള്ള രീതിയിൽ ടോട്ടൽ നമുക്കൊരു 30 സിംഗിൾ ക്രോഷോസ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഇൻക്രീസിൻ്റെ റൗണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ആ റൗണ്ടിലുള്ള എത്ര സിംഗിൾ ക്രോഷോസ് ആണ് അത് തന്നെ ഓരോ ചെയിനിലും ഒരു സിംഗിൾ ക്രോഷോ എന്നുള്ള രീതിയിൽ ചെയ്തു പോകാം കേട്ടോ. പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പറയാൻ പറ്റുന്ന മാക്സിമം ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ബേസ് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു അമിഗുർമി ബോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി അടുത്തൊരു റൗണ്ടിൽ നമ്മൾ 30 സിംഗിൾ ക്രോഷോ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതായത് ഓരോ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷോ എന്നുള്ള രീതിയിൽ 30 സിംഗിൾ ക്രോഷോ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ 2 റൗണ്ടിലും സെയിം പോലെ തന്നെ 30 സിംഗിൾ ക്രോഷോസ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ 11th റൗണ്ടാണിത്. ഇനി ഈ ഒരു റൗണ്ട് തൊട്ടാണ് നമ്മൾ ഇനി ഡിക്രീസ് ചെയ്യുന്നത്. ആ ഒരു ക്ലോസിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു റൗണ്ട് തൊട്ടാണ്. അപ്പോൾ ക്ലോസിങ് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡ് ചെയ്ത ഒരു 3 സിംഗിൾ ക്രോഷോ ഇൻക്രീസ് വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ അതേപോലെ ഇനി ഡിക്രീസ് വരുമ്പോൾ 3 സിംഗിൾ ക്രോഷോ ഡിക്രീസ് ആയിരിക്കണം. അതായത് ആദ്യത്തെ 3 ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷോ വെച്ചും 4ാമത്തെ ചെയിനിലേക്ക് ഒരു ഡിക്രീസ് ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ വണ്ണിൽ ഇതേപോലെ സ്റ്റിച്ച് മാർക്കർ ഏതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റത്തെ വണ്ണിൽ ഞാൻ സിംഗിൾ ക്രോഷോ ചെയ്തു, സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷോ ചെയ്തു, തേർഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷോ. ഈ ഒരു ഫോർത്ത് ചെയിനിലാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 സ്റ്റിച്ചുകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതിനാണ് ഒരു ഡിക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു ഫ്രണ്ട് ലൂപ്പ് മാത്രം 2 ചെയിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കുക, യാൺ ഓവർ ആ 2 ലൂപ്പിലൂടെ എടുക്കുക, വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്. ഇതാണ് ഒരു ഡിക്രീസ് എന്ന് പറയുന്നത്. വീണ്ടും അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്രോഷോ ചെയ്യുക, അടുത്തൊരു ഇതിലേക്കും ഒരു സിംഗിൾ ക്രോഷോ, 3ാമത്തെ ചെയിനിലേക്കും ഒരു സിംഗിൾ ക്രോഷോ. ഇനിയാണ് നമ്മളൊരു ഡിക്രീസ് കൊടുക്കുന്നത്. ഡിക്രീസിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ആ ഒരു ചെയിനിൽ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക, അടുത്ത ചെയിനിലെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കുക, യാൺ ഓവർ ആ 2 ലൂപ്പിലൂടെ എടുക്കുക, വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്. അപ്പോൾ ഇതാണ് ഒരു ഡിക്രീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടോട്ടൽ ഒരു 6 ടൈംസ് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 24 സിംഗിൾ ക്രോഷോസ് തന്നെ വരും. അത് കാരണം നമ്മൾ 30 സിംഗിൾ ക്രോഷോസിലാണ് തുടങ്ങിയത്. ആ ഡിക്രീസ് ആകുമ്പോഴേക്കും ഒരു 6 എണ്ണം കുറയും. അപ്പോൾ നമുക്ക് ടോട്ടൽ 24 സിംഗിൾ ക്രോഷോസ് ആണ് ഈ റൗണ്ടിൽ വേണ്ടത്.
ഇനി നെക്സ്റ്റ് നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്നത് കണ്ടോ, ഇപ്പോൾ ഇവിടുത്തെ ഞാൻ ആ ഒരു കഴിഞ്ഞ റൗണ്ടിലെ ലാസ്റ്റത്തെ ആ ഒരു ഡിക്രീസും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു റൗണ്ടിലെ ഡിക്രീസും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റത്തെ റൗണ്ടിലേക്ക് 2 സിംഗിൾ ക്രോഷോ ഡിക്രീസ് ആണ്. അതായത് ആദ്യത്തെ 2 ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷോവും മൂന്നാമത്തെ ഇതിലാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് വണ്ണിലേക്ക് ഒരു സിംഗിൾ ക്രോഷോ ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് മാർക്കർ ചെയ്തൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ചെയിനിലേക്കും ഒരു സിംഗിൾ ക്രോഷോ കൊടുക്കുക. അപ്പോൾ 2 സിംഗിൾ ക്രോഷോ കഴിഞ്ഞു. ഇനി നെക്സ്റ്റിലേക്കാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റത്തെ 2 ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കുക. യാൺ ഓവർ ടു 2 ലൂപ്സ്, വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്. ഇനി നെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്രോഷോ, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷോ. ഡിക്രീസിന് വേണ്ടിയിട്ട് അടുത്ത 2 ചെയിനിലെയും ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുക്കുക. യാൺ ഓവർ ടു 2 ലൂപ്സ്, വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്. ഇങ്ങനെ ഒരു 6 സെറ്റ് ചെയ്തെടുക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവുന്നത് 18 സിംഗിൾ ക്രോഷോസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത് 1 സിംഗിൾ ക്രോഷോ ഡിക്രീസ് ആണ്. അപ്പോൾ ആദ്യത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷോ, ബാക്കി വരുന്ന 2 ചെയിനിൽ ഒരുമിച്ച് നമ്മളൊരു ഡിക്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാറ്റേൺ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷോ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ആണ് ഡിക്രീസ് വരുന്നത്. ഡിക്രീസിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തെ 2 ലൂപ്പ് മാത്രം എടുക്കുക. അതായത് ഫ്രണ്ട് ലൂപ്പ് ഏതാ ബാക്ക് ലൂപ്പ് ഏതാന്നൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ ആ ഒരു ഫ്രണ്ടിലത്തെ 2 ലൂപ്പ് മാത്രം 2 ചെയിൻ്റെ ഇതേപോലെ എടുക്കുക. യാൺ ഓവർ ടു 2 ലൂപ്സ്, വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്. ഈ ഒരു രീതിയിൽ നമ്മളൊരു 6 സെറ്റ് ചെയ്തെടുക്കുക. 1 സിംഗിൾ ക്രോഷോ ഡിക്രീസ്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ ടോട്ടൽ നമ്മൾക്ക് ബാലൻസ് ഒരു 12 സിംഗിൾ ക്രോഷോസ് ആണ് ഉണ്ടാവുക. കാരണം നമ്മൾ ഡിക്രീസ് ചെയ്താണ് വരുന്നത്. ഇനി ഈ ഒരു ടൈമിലാണ് നമ്മൾ സ്റ്റഫിങ് ആഡ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഹോള് നല്ല രീതിയിൽ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സ്റ്റഫിങ് ആഡ് ചെയ്യാൻ നോക്കുക. സ്റ്റഫിങ്ങും ഈ ഒരു അമിഗുറുമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിൽ സ്റ്റഫിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള മൈക്രോ ഫൈബറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്ന യാണിൻ്റെ ബാലൻസ് പീസസ് ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് സ്റ്റഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു മൈക്രോ ഫൈബർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റഫിങ് കൊടുക്കുന്നത്. സ്റ്റഫ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ഇതേപോലെ കൈ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹുക്കിൻ്റെ ബാക്ക് സൈഡൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റഫിങ് പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഔട്ട്കം നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റഫിങ് എത്രത്തോളം ഭംഗിക്കാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ഇരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റഫ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഹുക്കിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് പുഷ് ചെയ്യുക. ആ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഏരിയയിലേക്കും നല്ല രീതിയിൽ തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ തിക്നെസ്സിലായോ എന്നുള്ളത് കൺഫേം ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ സ്റ്റഫിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു സ്ട്രോബെറിയുടെ ഷേപ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിക്രീസ് ആണ്. ഒരു 6 ടൈംസ് നമ്മൾ ഡിക്രീസ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ജസ്റ്റ് ആ ഒരു ഡിക്രീസ് പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. ഫസ്റ്റത്തെ ഡിക്രീസ് ഞാൻ ചെയ്തു, സെക്കൻഡിലെ ഡിക്രീസും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു 6 പ്രാവശ്യം നമ്മൾ ഡിക്രീസ് ചെയ്തെടുക്കുക. ഈ ഒരു ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്ട്രെയിൻ വരും ആ ഡിക്രീസ് മാത്രമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഹോള് നല്ല രീതിയിൽ ചെറുതാവുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ അത് ശരിയാവുള്ളൂ. അപ്പോൾ അതേപോലെ ഒരു 6 പ്രാവശ്യം ഡിക്രീസ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ഡിക്രീസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് യാൺ ഇതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ലെങ്ത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്ത ആ ഒരു പീസിൻ്റെ എൻഡിലേക്ക് നമ്മുടെ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ബാലൻസ് നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് റാൻഡമായിട്ട് നല്ല രീതിയിലൊന്ന് വലിച്ച് ഇതേപോലെ അടുത്തുള്ള സ്റ്റിച്ചുകളിലേക്ക് നല്ല രീതിയിൽ വലിച്ചെടുത്ത് ക്ലോസ് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തടുത്തുള്ള സ്റ്റിച്ചുകളിലേക്ക് തന്നെ ഇതേപോലെ നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ക്ലോസ് ചെയ്തെടുക്കാൻ. നല്ല രീതിയിൽ വലിച്ചു കൊടുക്കുക. ഓവറായിട്ട് നിങ്ങൾ വലിച്ച അതിൻ്റെ ഷേപ്പ് കളയരുത്. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് റാൻഡമായിട്ട് ഇതേപോലെ ഒന്ന് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ആ ഒരു യാൺ ബാലൻസ് വരുന്നത് ഹൈഡ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വലിച്ചു പിടിച്ചിട്ട് കട്ട് ചെയ്ത് തന്നെ അത് നല്ല രീതിയിൽ ഉള്ളിലേക്ക് തന്നെ ഹൈഡായി പോയിക്കോളൂ കേട്ടോ.
അങ്ങനെ നമ്മൾ സ്ട്രോബെറിയുടെ ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വരുന്ന ലീഫിനാണ് ഇനി നെക്സ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലീഫിന് വേണ്ടി ഞാൻ ഗ്രീൻ കളർ ഞാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാജിക് റിങ് ചെയ്യുക. ഈ ഒരു മാജിക് റിങ്ങിലേക്ക് 5 സിംഗിൾ ക്രോഷേഴ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. ആ ഒരു മാജിക് റിങ്ങിലേക്ക് 5 സിംഗിൾ ക്രോഷേഴ്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ 5 സിംഗിൾ ക്രോഷേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ യാണൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലേക്കാണ് ഇതേപോലെ നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു ടൈറ്റ്നെസ് ഉണ്ടാവും. അപ്പം നല്ല രീതിയിൽ നിങ്ങളൊന്ന് ഫസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ആ ഒരു ബേസായിട്ട് വരുന്ന മാജിക് റിങ്. ഇതിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 5 സിംഗിൾ ക്രോഷേഴ്സ് ചെയ്തെടുക്കുക. നമ്മളെവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് തന്നെ ഒരു 5 സിംഗിൾ ക്രോഷേഴ്സ് ചെയ്തെടുക്കുക. ഇനി ശ്രദ്ധിക്കുക, 5ാമത്തെ ആ ഒരു ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷോ ആണ് ചെയ്തെടുക്കുന്നത്. ഇത് ലീഫിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷോ ചെയ്യുക. നെക്സ്റ്റ് വണ്ണിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷോ yarn over to 3 ലൂപ്സ് ആണ്. ഇനി നെക്സ്റ്റ് 2 ചെയിനിലേക്കും ഓരോ ഡബിൾ ക്രോഷോ വെച്ചാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്നത് ചെയിൻ 5 സ്കിപ്പ് 1 പിന്നെ ഒരു സിംഗിൾ ക്രോഷോ, അത് കഴിഞ്ഞ് വരുന്ന ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷോ, അത് കഴിഞ്ഞ് വരുന്ന ബാലൻസ് ഉള്ള 2 ചെയിനിലേക്ക് ഡബിൾ ക്രോഷോസ് ആണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് വരുന്ന ചെയിനിലേക്കാണ് നമ്മളിത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ആ ഒരു ചെയിനിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സെക്യൂർ ചെയ്യുവാണ്. ഇങ്ങനെയാണ് ഒരു ഫസ്റ്റ് ലീഫ് വരുന്നത്. ഇനി സെക്കൻഡ് ലീഫിന് വേണ്ടിയിട്ട് ചെയിൻ 5 നമ്മളെവിടെയാണ് എൻഡ് ചെയ്തത് അവിടെ നിന്ന് തന്നെ ചെയിൻ 5 ചെയ്യുക. ആ ലാസ്റ്റത്തെ ആ ഒരു ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷോ ചെയ്യുക. അടുത്ത ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷോ ചെയ്യുക. ഇനി ബാലൻസ് നമുക്ക് 2 ചെയിനും കൂടെ ഉണ്ടാവും. ആ 2 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷോ വെച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റത്തെ ഒരു ചെയിനിൽ ഒരു ഡബിൾ ക്രോഷോ ചെയ്തു. നെക്സ്റ്റ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷോ വെച്ച് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ കറക്റ്റായി വരിക. ഇനി ഇത് അറ്റാച്ച് ചെയ്യുന്നത് തൊട്ടടുത്ത് വരുന്ന ആ ഒരു ചെയിനിലേക്ക് ഇതേപോലെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 2 ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 5 ലീഫ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ലാസ്റ്റത്തെ ലീഫിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. യാണൊന്ന് നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക. നമുക്ക് സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിൽ തന്നെ യാണൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു യാണൊന്ന് ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ജസ്റ്റ് തൊട്ടടുത്തുള്ള ആ ഒരു സ്റ്റിച്ചിലേക്ക് ഇതേപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരിക. ഇനി ഇത് നമ്മളെങ്ങനെയാണ് ആ ഒരു സ്ട്രോബെറിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് എടുക്കുക, അതായത് സ്ട്രോബെറിയുടെ ഭാഗം എടുക്കുക. കറക്റ്റ് 2ൻ്റെയും മിഡിൽ പോർഷൻ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. ആ പ്ലേസ് ചെയ്ത് വെക്കുന്നതിലേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ പിൻസ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സെക്യൂർ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം അപ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നീറ്റായിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു സെൻറ്ററോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനപ്പോൾ ഓരോ ലീഫും എവിടെയാണ് എനിക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ നോക്കിയിട്ട് ഇതേപോലെ പിൻസ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ 5 ലീഫിലേക്കും ഇതേപോലെ തന്നെ പിൻസ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഒരു എല്ലാ ലീഫിൻ്റെയും ആ ഒരു എൻഡ് പോർഷനിലേക്ക് ഞാൻ ഇതേപോലെ നീഡിൽ താഴത്ത് കൂടെ ഒട്ടും കാണാത്ത രീതിയിൽ താഴത്ത് കൂടെയാണ് നമ്മൾ ഇതേപോലെ ഇൻസേർട്ട് ചെയ്തെടുക്കേണ്ടത്. പതുക്കെ ആ ഒരു ഓരോ പിന്നും മാറ്റിയെടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ അടുത്ത ആ ഒരു ലീഫിൻ്റെ എൻഡ് പോർഷനിലേക്ക് ഇതേപോലെ ഒന്ന് നീഡിൽ കൊണ്ടുവരാം. ഇതിപ്പോൾ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക കേട്ടോ. കാരണം എനിക്ക് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ ലീഫിൻ്റെയും എൻഡ് പോർഷനിലേക്ക്
ഓരോന്നിൻ്റെ താഴത്തെ ഭാഗത്തിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്ത് സെക്യൂർ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ 5 ലീഫിൻ്റെയും എൻഡ് ഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ താഴെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ ആ ഒരു ലീഫിൻ്റെ ഇതിലേക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ പിന്ന് മാറ്റി കളയാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ആ ഒരു മിഡിൽ പോർഷനിലേക്കാണ് ആ ഒരു സ്റ്റിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ലീഫ് സെക്യൂർ ആയിട്ടിരിക്കും. അപ്പോൾ മിഡിൽ പോർഷനിൽ നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടമുള്ള സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നല്ല രീതിയിൽ സെക്യൂർ ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് പോയിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ അതിലേക്കൊക്കെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഈ ഒരു ലീഫിലും കൂടെ സ്റ്റിച്ചിങ് പ്രോപ്പറായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇനി ബാലൻസ് വരുന്ന ആ ഒരു യാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എവിടെ കൂടെയാണോ ആ ഒരു നീഡിൽ എടുക്കുന്നത് അവിടെ കൂടെ തന്നെ വേണം അടുത്തത് നമ്മൾ ഇൻസേർട്ട് ചെയ്തെടുക്കാൻ. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ നിന്നാണ് ആ ഒരു ത്രെഡ് വലിച്ചെടുക്കുന്നത് ആ ഒരു സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെയാണ് ഞാൻ അടുത്ത ഇതിലേക്കും വലിച്ചെടുക്കുന്നത്. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു യാൺ നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഹൈഡായി പോകുള്ളൂ. നല്ല രീതിയിൽ അത് ഹൈഡായി കഴിഞ്ഞാൽ ഇതേപോലെ എക്സസ് വരുന്ന യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രോബെറിയും ലീഫിൻ്റെയും എൻറ്റയർ ആ ഒരു ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു വൈറ്റ് യാൺ കൊണ്ട് സീഡ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൊരു വൈറ്റ് യാണും കൂടെ എടുക്കുക. ഈ ഒരു സീഡ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ ഇതേപോലെ ഒന്ന് നീഡിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റത്തെ ആ ഒരു എൻഡ് ഫുള്ളായിട്ട് ഇൻസേർട്ട് ചെയ്യരുത്. എന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഭാഗങ്ങളിലേക്കൊക്കെ ഒരു സീഡിൻ്റെ ഷേപ്പ് കൊടുക്കുക കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ ഞാൻ സീഡ്സ് ഇതേപോലെ വൈറ്റ് യാണ് യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് രീതി ഒന്ന് നിങ്ങൾ ഇതിൽ തന്നെ നോക്കി മനസ്സിലാക്കുക. ഞാൻ പറയുന്നതിലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ എൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് എങ്ങനെയാണ് പോകുന്നതെന്ന് കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്ട്രോബെറിക്ക് ചുറ്റിനും ആ ഒരു യാൺ യൂസ് ചെയ്ത് തന്നെ സീഡ്സ് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ ഈ ഒരു സ്ട്രോബെറിക്ക് വേണ്ടുള്ള എല്ലാ സീഡ്സും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു യാണാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഹൈഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മളെപ്പോൾ ഹൈഡ് ചെയ്യുന്നത്. ഹൈഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വലിച്ചെടുക്കരുത്. കാരണം നമ്മൾ ആ ഒരു ചെയ്യുന്ന ആ ഒരു വർക്കിൻ്റെ ഷേപ്പിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള രീതിയിൽ വലിച്ചെടുക്കുക. എന്നിട്ട് യാണൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രോബെറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം, ബാക്ക് ചാംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തെടുത്ത ഒരു സ്ട്രോബെറിയുടെ പാറ്റേൺ ആണ്. ഇതിലേക്ക് ഞാൻ ഒരു കീ ചെയിൻ്റെ റിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള കീ ചെയിൻസിലേക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണിത്. നല്ല ക്യൂട്ടുമാണ്, കാണാൻ തന്നെ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ പോലും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമ്മളെല്ലാം ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഡു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിലാണ് വരുന്നതെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ എന്തൊക്കെ പാറ്റേൺസ് ആണ് നിങ്ങൾക്ക് ചെയ്ത് ട്യൂട്ടോറിയലായിട്ട് കാണാൻ താല്പര്യം എന്നുള്ളത് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും ഈ സപ്പോർട്ട് കൂടെ ഉണ്ടാവുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.